നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആറ്റം മോഡൽസിനെ അഥവാ ആറ്റം മാതൃകകൾ ആണ് പഠിക്കുന്നത്. നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ 2 ആറ്റം മോഡൽസ് ആണ് പഠിക്കേണ്ടത്. എത്ര ആറ്റം മോഡൽസ് പഠിക്കാനുള്ള ടോട്ടല് 2 ആറ്റം മോഡൽസ് ആണ് പഠിക്കേണ്ടത്. അതിൽ ഒന്നാമത്തത്, അതായത് ആദ്യത്തെ മാതൃക നമ്മൾ പഠിക്കും. അപ്പോൾ അതിന്റെ കുറച്ച് നല്ല വശങ്ങൾ, ആ ആറ്റം മാതൃകയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നല്ല ഭാഗങ്ങൾ, നല്ല വശങ്ങൾ, അല്ലെങ്കിൽ മെയിൻ നല്ല ഐഡിയാസ് നമ്മൾ എടുക്കും. അതിനുശേഷം അത് എന്തുകൊണ്ട് ആ മാതൃക ഒരു പരാജയമായി പോയി എന്ന കാര്യം നമ്മൾ പറയും. അതിനുശേഷം നമ്മൾ ഇനി മുതൽ അങ്ങോട്ട് ഉപയോഗിക്കുന്ന ആറ്റം മാതൃക ഏതെന്നും കൂടെ പഠിക്കും. അങ്ങനെ 2 ആറ്റം മാതൃക. ഓക്കെയാണോ? അതിലെ ഒന്നാമത്തെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് കൊണ്ടുവന്നത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. നമുക്ക് ഓൾറെഡി ഈ സയന്റിസ്റ്റിനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതായിരുന്നു. ആരായിരുന്നു ഏണസ്റ്റ് റുദർഫോർഡ്? നമ്മുടെ എന്ത് കണ്ടുപിടിച്ച ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളുകളായ പ്രോട്ടോൺ കണ്ടുപിടിച്ച ആളാണ് ആര് എന്ന് പറയുന്നത്? ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പൊ ഏണസ്റ്റ് റുദർഫോർഡ് കൊണ്ടുവന്ന ഒരു ആറ്റം മാതൃകയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പം ഈ ഏണസ്റ്റ് റുദർഫോർഡ് ഒരു എക്സ്പെരിമെന്റ് നടത്തിയെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്ത് എക്സ്പെരിമെന്റ് ആണ് നടത്തിയത്? ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അഥവാ ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയിരുന്നു. അതായത് എന്താ, ഒരു കനം കുറഞ്ഞ ഒരു സ്വർണ്ണ തകിടിനകത്തൂടെ എന്ത് കടത്തിവിട്ടു? ആൽഫ പാർട്ടിക്കിൾസ്. എന്ത് കടത്തിവിട്ടു? ആൽഫ പാർട്ടിക്കിൾസ്. ആൽഫ പാർട്ടിക്കിൾസിന്റെ ചാർജ് എന്ത് ചാർജായിരുന്നു? പോസിറ്റീവ് ചാർജുള്ള ആൽഫ പാർട്ടിക്കിളുകൾ ഗോൾഡ് ഫോയിലിനകത്തൂടെ കടത്തിവിട്ടുള്ള പരീക്ഷണം ആര് നടത്തി? നമ്മുടെ ഏണസ്റ്റ് റുദർഫോർഡ് നടത്തി. അപ്പോൾ അദ്ദേഹം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ ആ പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുറെ ഒബ്സർവേഷനുകൾ, കുറെ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ആ നിരീക്ഷണങ്ങളിൽ നിന്നെത്തിയ കൺക്ലൂഷൻ, നിഗമനങ്ങൾ വെച്ചിട്ടാണ് അദ്ദേഹം തന്റെ ആറ്റം മോഡല് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റം മോഡലിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിനൊരു സെന്റർ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് തന്റെ ആറ്റം മോഡലില് ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞു എല്ലാ എലമെന്റ്സിന്റെ ആറ്റത്തിനും ഒരു സെന്റർ ഉണ്ട്. അതായത് എല്ലാ മൂലകത്തിന്റെ ആറ്റത്തിനും എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനെ അദ്ദേഹം എന്തെന്ന് പേരിട്ട് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന പേരിട്ട് വിളിച്ചു. എന്താ വിളിച്ചത്? പേര് ന്യൂക്ലിയസ്. അപ്പൊ എന്താ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാല് ആറ്റത്തിന്റെ സെന്ററിനെ വിളിക്കുന്ന, ആറ്റത്തിന്റെ കേന്ദ്രത്തെ വിളിക്കുന്ന പേരാണ് പേര് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ന്യൂക്ലിയസിനകത്താണ് ആര് കാണപ്പെടുന്നത്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളും എന്തിനകത്തിരിക്കുന്നു? ന്യൂക്ലിയസിനകത്തിരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോ ആറ്റത്തിനൊരു സെന്റർ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനെ അദ്ദേഹം ന്യൂക്ലിയസ് എന്ന പേരിട്ട് വിളിച്ചു. അടുത്ത എന്താ പറഞ്ഞത്? ആറ്റത്തിനകത്തുള്ള പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും എന്തിനകത്ത് കാണപ്പെടുന്നു? ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഇനി പറഞ്ഞു, നമുക്കറിയാം ഇലക്ട്രോണിന്റെ കാര്യം അറിയാം അല്ലെ? ആര് കണ്ടുപിടിച്ചത്? ജെ തോംസൺ കണ്ടുപിടിച്ച ഇലക്ട്രോണുകളുണ്ട്. ഈ ഇലക്ട്രോണുകൾ എല്ലാം തന്നെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സർക്കുലർ ഷേപ്പില്, അല്ലെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യുന്നു? റിവോൾവ് ചെയ്യുന്നു എന്നും ആര് പറഞ്ഞു? തന്റെ ആ ഒരു ആറ്റം മോഡൽ അദ്ദേഹം ഏണസ്റ്റ് റുദർഫോർഡ് പറഞ്ഞു. അപ്പൊ ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. സെന്ററിനകത്ത് ആര് കാണപ്പെടുന്നു? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും കാണപ്പെടുന്നു. ഇനി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വലം വയ്ക്കുന്നു എന്ന രീതിയിലുള്ള ഒരു മാതൃകയാണ് അദ്ദേഹം ആറ്റത്തിന് കൊടുത്തത്. ഇത് നോക്കിയേ. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കാം. അപ്പൊ നമുക്ക് ഞാനൊരു ന്യൂക്ലിയസ് ഞാൻ ഇങ്ങനെ വരച്ചു. ആ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ, അതിനകത്ത് ആരുടെ? ന്യൂട്രോൺ. ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങുകയാണ് അല്ലെ? ഇലക്ട്രോണുകൾ ഇങ്ങനെ ആർക്ക് ചുറ്റും കറങ്ങുകയാണ്? ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പൊ നോക്കി, ഇത്രയും പൊസിഷനിൽ എന്തില്ല? ആരെങ്കിലും ഉണ്ടോ? ഈ പൊസിഷനുകളിൽ ആരെങ്കിലും ഉണ്ടോടെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹം പറഞ്ഞത് ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസും എന്താണ്? വേക്കന്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ റുദർഫോർഡ് തന്റെ മോഡലിൽ പറഞ്ഞ അടുത്ത കാര്യം, അദ്ദേഹത്തിന്റെ ആറ്റം മാതൃകയിലുള്ള അടുത്ത കാര്യം എന്ന് പറയുന്നത് ആറ്റത്തിന്റെ ഭൂരിഭാഗം ഭാഗത്തും ആരില്ല, ആൾക്കാർ ആരുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞത്? ആറ്റത്തിന് ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രത്തിനെ അദ്ദേഹം എന്ന് വിളിച്ചു? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്താണ് ആര് കാണപ്പെടുന്നത്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും കാണപ്പെടുന്നു. ഇനി നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് എന്താണ്? വേക്കന്റ് ആണ് എന്നും അദ്ദേഹം പറഞ്ഞു. നോക്കിയേ, നമുക്കറിയാം ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിനെ വിളിക്കുന്ന പേരെന്ന് പറയുന്നത് പ്ലാനറ്ററി മോഡൽ എന്നാണ് വിളിക്കുന്നത്.
പ്ലാനറ്ററി മോഡൽ അല്ലെങ്കിൽ സൗരയൂഥ മാതൃക എന്നും വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? സൗരയൂഥ മാതൃക. എന്തുകൊണ്ടാണ് സൗരയൂഥ മാതൃക എന്ന ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മോഡലിനെ വിളിക്കാൻ കാരണം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ന്യൂക്ലിയസിനെ ചുറ്റും ന്യൂക്ലിയസിനെ ആസ്പദമാക്കിയിട്ട് അടിസ്ഥാനമാക്കിയിട്ട് ആര് കറങ്ങുന്നു? ഇലക്ട്രോണുകൾ കറങ്ങുന്നത് പോലെ നമുക്കറിയാം സൂര്യനെ കേന്ദ്രമാക്കിക്കൊണ്ട് ആര് കറങ്ങുന്നു? ഗ്രഹങ്ങൾ വലം വയ്ക്കുന്നത് പോലെയല്ലേ ഇവിടെ സൂര്യന് പകരം ഇവിടെ ആരാണെന്ന് സങ്കല്പിക്കുക? ന്യൂക്ലിയസ്. ഗ്രഹങ്ങൾക്ക് പകരം ഇവിടെ ആരാണെന്ന് സങ്കല്പിക്കുക? ഇലക്ട്രോണുകൾ കറങ്ങുന്നത് പോലെയല്ലേ? അപ്പൊ ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആറ്റം മോഡലിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. എന്താണ് ആ പേര്? പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ സൗരയൂഥ മാതൃക. അപ്പൊ എക്സാമിന് ചോദിക്കാം, ആരാണ് ആറ്റത്തിന്റെ പ്ലാനറ്ററി മോഡൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കൊണ്ടുവന്നത് ആര് എന്ന് ചോദിക്കാം. ആരാ കൊണ്ടുവന്നത്? ഏണസ്റ്റ് റുദർഫോർഡ്. അപ്പൊ ഏണസ്റ്റ് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം. എന്തൊക്കെയാ പറഞ്ഞത്? ആറ്റത്തിന് എന്തുണ്ട്? ഒരു സെന്റർ ഉണ്ട്. സെന്ററിനെ എന്തെന്ന് വിളിച്ചു? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ഈ ആ ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ കാണും? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും കാണപ്പെടുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത എന്താ പറയുക? ആറ്റം മാതൃകയില് മോസ്റ്റ് ഓഫ് ദ സ്പേസ് എന്താണ്? വേക്കന്റ് ആണ് എന്നും പറഞ്ഞു. ഇനി നോക്കിയേ, ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും കാണപ്പെടുന്നത്. അതായത് ആൾക്കാർ അതിനകത്തല്ലേ കൂടുതൽ. അതിന്റെ അർത്ഥം എന്താണ്? ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിനകത്താണ്? ന്യൂക്ലിയസിനകത്താണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ പ്ലാനറ്ററി മോഡലിൽ പറഞ്ഞത്. ഓക്കെയാണോ? അപ്പൊ ഇത്രയുമാണ് അദ്ദേഹത്തിന്, അതായത് പ്ലാനറ്ററി മോഡലിലെ സൗരയൂഥ മാതൃകയുടെ ഫീച്ചറുകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇനി എന്തുകൊണ്ട് ഈ പ്ലാനറ്ററി മോഡൽ പരാജയപ്പെട്ടു? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് ഈ പ്ലാനറ്ററി മോഡൽ ഫെയിലിയർ ആയിപ്പോയി? അദ്ദേഹം പറഞ്ഞത് നോക്കിയേ, ഇലക്ട്രോണുകള് ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ ഇങ്ങനെ കറങ്ങുന്നു അല്ലെങ്കിൽ ഒരു വർത്തുള പാതയിൽ ഇങ്ങനെ കറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അതായത് വെറുതെ ഇങ്ങനെ കറങ്ങുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ആൾക്കാർക്ക് അന്നുണ്ടായിരുന്ന ബാക്കി സയന്റിസ്റ്റ് ഡൗട്ട് കൊണ്ടുവന്നു അല്ലെങ്കിൽ സംശയം അവർ പ്രകടിപ്പിച്ചു. ഒരു ചാർജുള്ള പാർട്ടിക്കിള് ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ കറങ്ങി കഴിഞ്ഞാൽ, അതായത് ഒരു ചാർജുള്ള ഒരു കണം ഇങ്ങനെ വൃത്താകാരമായ പാതയിൽ കറങ്ങി കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ ചാർജ് നഷ്ടപ്പെട്ട് ഈ സെന്ററിലേക്ക് വന്ന് വീണ് നശിക്കണം എന്ന് ഒരു തിയറി ഉണ്ടായിരുന്നു. അതായത് ചാർജുള്ള കണങ്ങള് വൃത്താകാര പാതയിൽ സർക്കുലർ ഷേപ്പിൽ കറങ്ങി കഴിഞ്ഞാൽ കുറെ നാൾ കഴിയുമ്പോൾ അതിന്റെ എനർജി ചാർജ് നഷ്ടപ്പെട്ട് ചാർജ് ലോസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? അതിന്റെ കേന്ദ്രത്തിൽ വന്ന് വീണ് നശിക്കും എന്നൊരു തിയറി ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കി ഇലക്ട്രോണുകള്, അപ്പൊ ആ തിയറി എടുത്ത് ഈ ഇദ്ദേഹത്തിന്റെ പ്ലാനറ്ററി മോഡലിലേക്ക് കൊടുക്കുമ്പോൾ എന്താ കിട്ടേണ്ടത്? ഇലക്ട്രോണുകൾ കുറെ നാൾ കറങ്ങി അവസാനം ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് എല്ലാം നഷ്ടപ്പെട്ട് എന്തിനകത്ത് വന്ന് വീണ് നശിക്കണം? നമ്മുടെ ന്യൂക്ലിയസിനകത്ത് വന്ന് വീണ് നശിക്കണം എന്നൊരു സംശയം. അങ്ങനെ നശിക്കുന്നില്ലേ എന്നൊരു സംശയം ബാക്കിയുള്ള സയന്റിസ്റ്റുകൾ ഉന്നയിച്ചു. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നുണ്ടോ? ഇലക്ട്രോണുകൾ ഒരിക്കലും എന്തിനകത്ത് വന്ന് വീണ് നശിക്കില്ല? ന്യൂക്ലിയസിനകത്ത് വന്ന് വീണ് നശിക്കില്ല. ഇത് ആർക്കും അറിയാം, റുദർഫോർഡിനും അറിയാം. പക്ഷേ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ റുദർഫോർഡിന് സാധിച്ചോടെ. എന്തുകൊണ്ട് ഇങ്ങനെ ചാർജുള്ള ഈ ഇലക്ട്രോണുകൾ കറങ്ങുന്നു, ഇങ്ങനെ കറങ്ങുന്ന ഈ ഇലക്ട്രോണുകൾ വന്ന് ന്യൂക്ലിയസിനകത്ത് വന്ന് വീണ് നശിക്കുന്നില്ല എന്നൊരു എക്സ്പ്ലനേഷൻ ആർക്ക് കൊടുക്കാൻ പറ്റിയില്ല? ഏണസ്റ്റ് റുദർഫോർഡിന് കൊടുക്കാനായിട്ട് സാധിച്ചില്ല. അപ്പൊ ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ആറ്റം മോഡലിന്, പ്ലാനറ്ററി മോഡലിന് കുറെ നല്ല വശങ്ങളുണ്ട്. പക്ഷെ ഒരേ ഒരു പോരായ്മയേ ഉള്ളൂ. എന്താണ് പോരായ്മ? ഇലക്ട്രോണിന്റെ ആ ഒരു കറക്കത്തിന് ഒരു പോരായ്മയുണ്ട്. അതായത് ഇലക്ട്രോണുകൾ വെറുതെ കറങ്ങുന്നതായിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു റീസൺ കാണുമെന്ന് ബാക്കിയുള്ള ആൾക്കാർക്ക് തോന്നി. അപ്പോൾ അവര് പറഞ്ഞു പ്ലാനറ്ററി മോഡൽ എന്താണ്? ഒരു ഫെയിലിയർ ആണ് അല്ലെങ്കിൽ ഒരു പരാജയമാണ് എന്ന് പറഞ്ഞു. അപ്പൊ നോക്കിയേ, നമ്മൾ പറഞ്ഞത് ആറ്റം മോഡലുകളാണ് അല്ലെങ്കിൽ ആറ്റം മാതൃകയാണ്. അതിലെ ഒന്നാമത്തെ ആറ്റം മോഡലാണ് ഏത്? ഏണസ്റ്റ് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. എന്തുകൊണ്ടാണ് അതിനെ പ്ലാനറ്ററി മോഡൽ എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരുന്നു അതിന്റെ മെയിൻ ഫീച്ചേഴ്സ്, അതിന്റെ മെയിൻ ഒരു ഐഡിയാസ് എന്തൊക്കെയായിരുന്നു? അദ്ദേഹത്തിന്റെ ആറ്റത്തിന് എന്തുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് എന്ത് കാണും? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും കാണും. പിന്നെ ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു.
ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് വേക്കന്റ് ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ആറ്റത്തിന്റെ മോസ്റ്റ് ഓഫ് ദ മാസ്, അതായത് ഭൂരിഭാഗം മാസ് എവിടെ കേന്ദ്രീകരിക്കുന്നു, എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നമ്മുടെ ന്യൂക്ലിയസിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള നല്ല വശങ്ങൾ അദ്ദേഹത്തിന്റെ ഐഡിയയിലുണ്ടായിരുന്നു. പക്ഷെ എന്തായിരുന്നു പോരായ്മ? ഒരു ചാർജുള്ള കണം സർക്കുലർ ഷേപ്പിൽ കറങ്ങിക്കഴിഞ്ഞാൽ, ഒരു ചാർജുള്ള കണം, ചാർജുള്ള പാർട്ടിക്കിള് വൃത്താകാരമായ പാതയിൽ കറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന്റെ ചാർജ് നഷ്ടപ്പെട്ട് കേന്ദ്രത്തിൽ വന്ന് വീണ് നശിക്കേണ്ടതാണ്. പക്ഷേ ഇലക്ട്രോണുകൾ ഒരിക്കലും ഇങ്ങനെ കേന്ദ്രത്തിൽ വന്ന് വീണ് നശിക്കുന്നില്ല. ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ആർക്ക് സാധിച്ചില്ല? റുദർഫോർഡിന് സാധിച്ചില്ല. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, എന്തെന്ന് പറഞ്ഞു? ഇദ്ദേഹത്തിന്റെ ഏണസ്റ്റ് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ എന്താണ്? ഒരു ഫെയിലിയർ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റുദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ, ഈ പ്ലാനറ്ററി മോഡലിന്റെ ഫെയിലിയേഴ്സ്, അതായത് ഇതിന്റെ എല്ലാ ഡ്രോബാക്സും പരിഹരിച്ചുകൊണ്ട് അടുത്ത ഒരു സയന്റിസ്റ്റ് വന്നു. ആരാണ് ആ സയന്റിസ്റ്റ്? നമ്മുടെ നീൽസ് ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ്. ആരാണ് സയന്റിസ്റ്റിന്റെ പേര്? നീൽസ് ബോർ. അദ്ദേഹം കൊണ്ടുവന്ന ഈ ആറ്റം മോഡലിനെ വിളിക്കുന്നതാണ് ബോർസ് മോഡൽ ഓഫ് ആറ്റം. എന്തെന്ന് വിളിക്കുന്നു? ബോർ മോഡൽ ഓഫ് ആറ്റം. അപ്പൊ ഇനി പഠിക്കാനുള്ള ആറ്റം മാതൃകയിൽ പഠിക്കാനുള്ള രണ്ടാമത്തെ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്ന ആറ്റം മോഡലാണ്? നീൽസ് ബോർ കൊണ്ടുവന്ന ആറ്റം മോഡൽ. ഓക്കെയാണോ? അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആരുടെ? റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ പറഞ്ഞു. അതിന്റെ ഫെയിലിയേഴ്സ് ആവാനുള്ള കാരണം, അതിന്റെ പോരായ്മ പരിഹരിച്ചു കൊണ്ടുവന്ന ആറ്റം മോഡലാണ് ആരുടെ? ബോറിന്റെ മോഡൽ. എന്തായിരുന്നു പ്ലാനറ്ററി മോഡലിന്റെ ഏക ഒരു പോരായ്മ എന്ന് പറയുന്നത്? ആ ഇലക്ട്രോണുകൾ കറങ്ങുന്നതിന് ഒരു റീസൺ കൊടുക്കാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ട് ഇലക്ട്രോൺ കറങ്ങി ന്യൂക്ലിയസിൽ വന്ന് വീണ് നശിക്കുന്നില്ല എന്നൊരു റീസൺ കൊടുക്കാൻ ആർക്ക് സാധിച്ചില്ല? റുദർഫോർഡിന് സാധിക്കാഞ്ഞതാണ് അത് പരാജയപ്പെടാനുള്ള ഏക കാരണം. അപ്പൊ ബോർ തന്റെ ആറ്റം മോഡലിൽ പറഞ്ഞു, ആറ്റത്തിന് എന്തുണ്ട്? ഒരു സെന്റർ ഉണ്ട്. നമ്മുടെ റുദർഫോർഡിന്റെ ആ നല്ല വശങ്ങളിലേക്ക് എടുത്തു. ആറ്റത്തിന് ഒരു സെന്റർ ഉണ്ട്. അതിനെ എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളും ഈ സെന്ററിലാണ് കാണപ്പെടുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബോർ മോഡലിലുള്ള ബോർ മാതൃകയിലുള്ള ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത്, ഇലക്ട്രോണുകൾ കറങ്ങുന്നത് വെറുതെ അത് കറങ്ങുകയല്ല, അവർക്ക് കറങ്ങാനായിട്ട് ഒരു ഫിക്സഡ് സർക്കുലർ പാത്ത് ഉണ്ട്. അവർക്ക് കറങ്ങാനായിട്ട് നിശ്ചിതമായ ഒരു വൃത്താകാരമായ ഒരു പാതയുണ്ട് എന്ന് ആര് പറഞ്ഞു? ബോർ പറഞ്ഞു. ഈ പാതയെ അദ്ദേഹം വിളിച്ചു ഷെൽ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? ഷെല്ലുകൾ എന്ന പേരിട്ട് അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഷെല്ലുകൾ എന്ന് പറഞ്ഞ ടേം ആരാ കൊണ്ടുവന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? ബോർ ആണ്. അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ എന്താ ഷെല്ലുകൾ എന്ന് പറഞ്ഞാല്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന ആ ഒരു സഞ്ചാര പാതയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ? ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്യുന്ന ഫിക്സഡ് സർക്കുലർ പാത്തിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഷെല്ലുകൾ എന്ന് വിളിക്കും. അപ്പൊ നോക്കിയേ, റുദർഫോർഡിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഷെല്ലിന്റെ ടൈം, ആ കറങ്ങാനുള്ള ഒരു പാതയുടെ കാര്യം പറയാനായിട്ട് സാധിച്ചോ? ഇല്ല. അപ്പൊ ബോറിന്റെ മോഡല് ആ റുദർഫോർഡിന്റെ ആറ്റം മോഡലിലുള്ള ഏക പോരായ്മയും പരിഹരിച്ചില്ലേ? അപ്പൊ ഇനി മുതൽ നമ്മൾ പഠിക്കുന്നത് ആരുടെ ആറ്റം മോഡലാണ്? ബോറിന്റെ ആറ്റം മോഡലാണ് നമുക്ക് പഠിക്കാനായിട്ടും. ഇനി അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഓരോ ആറ്റത്തിന്റെയും ബോർ മോഡലുകളൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിൽ വരയ്ക്കാനായിട്ട്. അപ്പൊ ഇനി നോക്കാം ഷെല്ലുകളുടെ പ്രത്യേകതകൾ കൂടി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകൾ ഇങ്ങനെ പല തരത്തില്, അല്ലെങ്കിൽ ഓരോ ഷെല്ലുകളുണ്ട്. ആ ഓരോ ഷെല്ലുകളെ, ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഷെല്ലുകളെ അദ്ദേഹം ഇങ്ങനെ വരച്ചു. അതായത് പ്രധാനമായിട്ടും 4 ഷെല്ലുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ 4 ഷെല്ലുകളെ, ഇത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷെല്ല്, ഒന്നാമത്തെ ഷെല്ല്, ഇങ്ങനെ 2, ഇത് 3, ഇത് 4 എന്ന് അദ്ദേഹം നമ്പർ കൊടുത്തു. അതായത് ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്നതാണ് ഒന്നാമത്തെ ഷെല്ല്, അതിനുശേഷം വരുന്ന രണ്ടാമത്തെ ഷെല്ല്, അതിനുശേഷം 3, 4 ഇങ്ങനെ ക്രമത്തിൽ അദ്ദേഹം നമ്പർ കൊടുത്തു. ഈ ഒന്നാമത്തെ ഷെല്ല്, അതായത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ഷെല്ലിനെ അദ്ദേഹം പേരിട്ട് വിളിച്ചു കെ ഷെൽ എന്ന പേരിട്ട് വിളിച്ചു. എന്താണ് വിളിച്ചത്? കെ ഷെൽ. രണ്ടാമത്തെ ഷെല്ലിനെ അദ്ദേഹം വിളിച്ചു എൽ ഷെൽ എന്നും, മൂന്നാമത്തേനെ എം എന്നും, നാലാമത്തേനെ എന്നത് വിളിച്ചു എൻ ഷെൽ എന്നും വിളിച്ചു. അപ്പൊ നോക്കിയേ, വെറുതെ ഷെല്ലെന്ന് മാത്രം പറഞ്ഞു പോയില്ല, പകരം എന്ത് കൊടുത്തു? ആ ഷെല്ലുകൾക്കെല്ലാം അദ്ദേഹം എന്ത് കൊടുത്തു? പേരുകൾ കൊടുത്തു.
അപ്പൊ നോക്കിയേ, ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ഷെല്ലാണ് എന്തെന്ന് പറയുന്നത്? കെ ഷെൽ എന്ന് പറയുന്നത്. തൊട്ട് പിറകെ വരുന്ന ഷെല്ല്, തൊട്ടടുത്ത ഷെല്ല് എന്ന് പറയുന്നത് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എം ഷെല്ല്, നാലാമത്തെ ഷെല്ല് എൻ ഷെല്ല്. ഇനി നോക്കി, ഈ ഓരോ ഷെല്ലുകളിലും എന്തുണ്ട്? ഇലക്ട്രോണുകൾ കറങ്ങുന്നു എന്ന് ആര് പറഞ്ഞു? അതായത് ആറ്റത്തിനകത്തുള്ള കയ്യിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം അനുസരിച്ച് അത്രയും എണ്ണം ഷെല്ലുകളൊക്കെ കാണാൻ നമ്മൾ ഇനി ആറ്റം മോഡൽസ് വരയ്ക്കുമ്പോൾ, ബോർ മോഡൽ കൂടുതൽ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തൽക്കാലം നമ്മൾ ഇങ്ങനെ പഠിക്കുക, ആറ്റത്തിന് പ്രധാനമായിട്ടും 4 ഷെല്ലുകളാണുള്ളത്, കെ എൽ എൻ എന്നൊക്കെ പഠിക്കും. ഇനി നോക്കിയേ, ഓരോ ഷെല്ലിനും ഓരോ എനർജി ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓരോ ഷെല്ലിനും, അതായത് കെ ഷെല്ലിന് ഒരു എനർജി ഉണ്ട്, എല്ലിന് മറ്റൊരു എനർജി ഉണ്ട്, എമ്മിന് വേറൊരു എനർജി, എന്നിന് വേറൊരു എനർജി ഉണ്ട് എന്ന് പറഞ്ഞു. അതായത് ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന, ന്യൂക്ലിയസിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിന് എനർജി വളരെ കുറവാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂക്ലിയസിൽ നിന്ന് ദൂരേക്ക് പോകുന്നോറും, ന്യൂക്ലിയസിൽ നിന്ന് അകലത്തേക്ക് പോകുന്നോറും ഷെല്ലിന്റെ എനർജി കൂടി വരുന്നു എന്ന് ബോർ തന്റെ മോഡലിൽ പറഞ്ഞു. അതായത് ഒന്നാമത്തെ ഷെല്ലിന് എനർജി കുറവും നാലാമത്തെ ഷെല്ലിന് എന്ത് കൂടുതലുമായിരിക്കും? എനർജി കൂടുതലുമായിരിക്കും എന്നും ബോർ പറഞ്ഞു. ഇനി പറഞ്ഞത്, ഇപ്പോഴും നമ്മുടെ ആ ഏണസ്റ്റ് റുദർഫോർഡിന്റെ ആ ഒരു പോരായ്മ പരിഹരിച്ചു വരുന്നതേ ഉള്ളൂ. എന്താ അദ്ദേഹത്തിന്റെ പോരായ്മ? ഇലക്ട്രോണുകൾ കറങ്ങുമ്പോൾ ചാർജ് നഷ്ടപ്പെട്ട് ന്യൂക്ലിയസിൽ വന്നു വീണ നശിക്കണ്ടേ എന്നതായിരുന്നു ഉള്ള ആ ഒരു പോരായ്മയായിട്ട് നമ്മൾ ഉന്നയിക്കപ്പെട്ടത്. അപ്പൊ ബോർ പറഞ്ഞു, ഒന്നാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു ഡെഫിനിറ്റ് എനർജി കാണും, അതുപോലെ തന്നെ രണ്ടാമത്തെ ഷെല്ലിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് ഒരു ഡെഫിനിറ്റ് കാണും. യഥാക്രമം 3, 4 ഒക്കെ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്കും ഓരോ ഡെഫിനിറ്റ്, ഒരു നിശ്ചിതമായ ഊർജ്ജം കാണും. അപ്പൊ അങ്ങനെ നിശ്ചിതമായ ഊർജ്ജം ഉള്ളിടത്തോളം കാലം തന്നെ എത്ര കാലം വേണമെങ്കിലും ഒരു ഇലക്ട്രോണിന് എന്തിലൂടെ കറങ്ങാം? അതാത് ഷെല്ലിൽ തന്നെ കറങ്ങാം. അതായത് ഒരു നിശ്ചിതമായ ഷെല്ലിൽ കറങ്ങുന്ന എത്ര കാലം കറങ്ങിയാലും ആ ഇലക്ട്രോണുകൾക്ക് എനർജി കൂടുകയോ എനർജി കുറയുകയോ ചെയ്യുന്നില്ല എന്ന് ആര് പറഞ്ഞു? നീൽസ് ബോർ പറഞ്ഞു. അതായത് ഒരു ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം, ഒരു ഷെല്ലിൽ റിവോൾവ് ചെയ്യുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ആ ഇലക്ട്രോണുകളുടെ എനർജി കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ റുദർഫോർഡിന്റെ ഫെയിലിയർ ഇവിടെ പരിഹരിച്ചില്ലേ? ഒരു ഷെല്ലിൽ തന്നെ കറങ്ങുന്നു, പക്ഷെ ആ ഷെല്ലിൽ എത്ര നാൾ കറങ്ങിയാലും എന്ത് ചെയ്യില്ല? ഇലക്ട്രോണുകൾക്ക് എനർജി ലോസ് ഉണ്ടാവില്ല. അപ്പൊ എന്തെങ്കിലും കാരണത്തില് ന്യൂക്ലിയസിനോട് അടുത്തേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ വന്നു വീണ ഇലക്ട്രോണുകൾ നശിക്കുമോ? അപ്പോ അന്നുണ്ടായിരുന്ന സയന്റിസ്റ്റിന്റെ ഒക്കെ ഡൗട്ട് ബോർ തന്റെ മോഡലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തില്ലേ? അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ പറഞ്ഞു ബോറിന്റെ മോഡലാണ് ഏറ്റവും നല്ല വാല്യൂബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കാം, ബോർ മോഡലിന്റെ പ്രത്യേകതകളോടുകൂടെ പറയാം. എന്തൊക്കെയാ പ്രത്യേകതകൾ? ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് അകത്താണ് ആര് കാണപ്പെടുന്നത്? പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജ് ഇല്ലാത്ത ഇലക്ട്രോണുകളും കാണപ്പെടുന്നു. ഇനി ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങുന്നു. ആ കറങ്ങാനായിട്ട് അവർക്ക് എന്തുണ്ട്? ഒരു ഫിക്സഡ് പാത്ത് ഉണ്ട്, ഒരു നിശ്ചിതമായ ഒരു പാതയുണ്ട്. ആ പാതയെ അദ്ദേഹം എന്ത് പേരിട്ട് വിളിച്ചു? ഷെൽ അഥവാ ഓർബിറ്റ് എന്ന് വിളിച്ചു. ഇനി ഷെല്ലുകളെ അദ്ദേഹം പേരിട്ട് വിളിച്ചു. ന്യൂക്ലിയസിനോട് അടുത്ത് നിൽക്കുന്ന ഒന്നാമത്തെ ഷെല്ലിനെ കെ എന്നും 2 എല്ലും, അങ്ങനെ യഥാക്രമം കെ എൽ എം എൻ എന്നിങ്ങനെ പേര് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഓരോ ഷെല്ലിനും ഓരോ ഡെഫിനിറ്റ് എനർജി ഉണ്ട്, ഓരോ ഷെല്ലിനും ഓരോ നിശ്ചിതമായ ഊർജ്ജമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഷെല്ലിൽ എത്ര കാലം ഇലക്ട്രോൺ കറങ്ങിയാലും ഇലക്ട്രോണുകൾക്ക് എനർജി ഗെയിനോ എനർജി ലോസോ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകൾ ഒരിക്കലും ഒരു കാരണവശാലും ന്യൂക്ലിയസിൽ വന്നു വീണ് നശിക്കില്ല എന്നും അദ്ദേഹം തന്റെ മോഡലിലൂടെ സമർത്ഥിച്ചു. അപ്പോ ആൾക്കാർക്ക് എന്തൊക്കെയായി ആറ്റം മോഡലില് ഒരു ധാരണ കിട്ടി. ഇതാണ് ആറ്റം മോഡല് എന്നൊരു ഏകദേശ ധാരണ ഉണ്ടായി. അപ്പൊ നമ്മൾ ആറ്റം മോഡൽസ് പറഞ്ഞു. എത്ര ആറ്റം മോഡൽസ് ആണ് പറഞ്ഞത്? 2 ആറ്റം മോഡലുകളെ നമുക്ക് പഠിക്കാനുള്ളൂ. പേരുകൾ ഇമ്പോർട്ടന്റ് ആണ്. ആരൊക്കെ കൊണ്ടുവന്നതാണ്? ഒന്ന് ഏണസ്റ്റ് റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡലും സൗരയൂഥ മാതൃകയും നീൽസ് ബോറിന്റെ ആറ്റം മോഡലുമാണ്. അതില് ആദ്യത്തെ ആറ്റം മോഡലിന്റെ പോരായ്മ പരിഹരിച്ചിട്ട് രണ്ടാമത്തെ ആറ്റം മോഡൽ കൊണ്ടുവന്നു. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ടൈം ഷെൽ എന്ന് പറഞ്ഞ ടൈം ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് നോക്കിയേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രോട്ടോണുകള്, ന്യൂട്രോണുകള്, ഇലക്ട്രോണുകൾ, അല്ലെ? ഇവരെല്ലാം എവിടെ ഇരിക്കുന്നു, ആരൊക്കെയാണ് ഇവരെയൊക്കെ കണ്ടുപിടിച്ചത് എന്ന കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, അല്ലെ? അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ അതിനെല്ലാം കൂടെ ചേർത്ത് ഒരു ടേബിൾ വരച്ചൂടെ? ഇപ്പൊ ഞാൻ ആദ്യം എഴുതി പ്രോട്ടോൺ എന്ന് എഴുതി. പ്രോട്ടോണിന്റെ ചാർജ് നമുക്കറിയാം, എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. ഇനി അത് എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു. എവിടെയാണ് കാണപ്പെടുന്നത്?
ന്യൂക്ലിയസ്. അപ്പൊ ഇതുപോലെ ഒരു ടേബിളിലൂടെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അത് കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മൾ പഠിച്ചു എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അത് കണ്ടുപിടിച്ചത് ആര് എന്ന് നമ്മൾ പഠിച്ചു. ആരാ കണ്ടുപിടിച്ചത്? ഏണസ്റ്റ് റൂതർഫോർഡ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോൺ പഠിച്ചായിരുന്നു. ഇലക്ട്രോണിന്റെ ചാർജ് പഠിച്ചു, നെഗറ്റീവ് ചാർജ്. അത് കാണപ്പെടുന്ന ഇലക്ട്രോണുകൾ കറങ്ങുന്ന ആ ഒരു പാത്തിനെ നമ്മൾ പുതിയ പേരിട്ട് വിളിച്ചായിരുന്നു. എന്താ? ഷെൽ എന്ന പേരിട്ട് വിളിച്ചു. കണ്ടുപിടിച്ചത് ആരെന്ന് നമുക്കറിയാം. ആരാണ്? ജെ തോംസൺ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് ആരാണ്? ന്യൂട്രോൺ ആയിരുന്നു. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല എന്ന് നമുക്കറിയാം. ന്യൂട്രോണുകളും എവിടെയാണ് കാണപ്പെടുന്നത് നമുക്കറിയാം. ന്യൂക്ലിയസിനകത്താണ് കാണപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നമ്മൾ പഠിച്ചു. ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് എന്നും നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോഡുകൾ വെച്ചിട്ടോ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഒരുപാട് സയന്റിസ്റ്റിന്റെ പേരുകൾ നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു 5-6 സയന്റിസ്റ്റോളം പേരുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പുതിയ ഒരാളും കൂടെ ആരുടെയാണ്? നമ്മുടെ ബോറിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ സയന്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തവും അവരുടെ ആ പേരുകളും ഒക്കെ തമ്മിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? എന്തെങ്കിലും കോഡുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ ടേബിളൊക്കെ വരച്ചിട്ടോ എന്ത് ചെയ്യാം, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? ഈ ആറ്റം മോഡൽ വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ.